അന്ന് വൈകിട്ട് ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി നേരെ മൂകാംബിക ക്ഷേത്രത്തിനകത്ത് വന്നു കേട്ടോ. ഇവിടെ എത്രത്തോളം വീഡിയോ എടുക്കാൻ പറ്റും, ഫോട്ടോ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാണിക്കാവുന്ന അത്രയും മാക്സിമം കാണിക്കാം കേട്ടോ. ഇതാണ് മൂകാംബിക ക്ഷേത്രത്തിൻ്റെ അകഭാഗം. ചേച്ചി കുറേ പട്ടൊക്കെ കൊണ്ട് നേർച്ച വെച്ച് കുറേ നേരം നിർത്തിയില്ലേ നമ്മൾ, കുറേ നേരം നിർത്തി. ഇനിയിപ്പോൾ രഥോത്സവമാണ്. തേരാണ്. ഈ തേരിലിപ്പോൾ ദേവി എഴുന്നള്ളും മൂകാംബികയിൽ നിന്ന്. അപ്പോൾ അതും കൂടെ നമുക്ക് കണ്ടിട്ട് പിന്നെ നട തുറക്കും. നട തുറന്ന് നമുക്ക് വീണ്ടും കാണാൻ പറ്റും കേട്ടോ. നമുക്കിപ്പോൾ ദേവി എഴുന്നള്ളുന്ന കാണാതെ. ഇതാണ് തേര് കേട്ടോ. ദേവിയുടെ തേര്. ഇതിലാണ് ഇപ്പോൾ ദേവി പ്രദക്ഷിണം വെച്ച് വരിക. പിന്നെ ഇത് ഇങ്ങനെ നമുക്കിത് ഉണ്ടോ, മൂകാംബിക ദേവിയുടെ ഇവിടെ ഇങ്ങനെ ഫുൾ കാണിക്കാം. രാത്രിയുടെ ഇപ്പം നട അടച്ചിരിക്കുകയാണ് 7:30, 8 മണിക്ക് തുറക്കും. അപ്പോൾ നമുക്ക് ദേവി രഥപ്രദക്ഷിണം ചെയ്യുന്നത് കാണാം. പിന്നെ ഇവിടെ നോക്കും, നമുക്ക് ദേവതാ പ്രതിഷ്ഠ നോക്കട്ടെ. നമ്മുടെ ഹനുമാൻ ഭഗവാൻ ശ്രീ വീരഭദ്രയാണ്. വീരഭദ്ര സ്വാമിയുടെ ഒരു ഇത്, ഹനുമാനല്ല വീരഭദ്ര സ്വാമി. അപ്പോൾ നമുക്ക് അവിടെ പൂജ ചെയ്യാം കേട്ടോ. മൂകാംബിക ഈ കൊടിമരത്തിൽ കണ്ടോ ഒരു ഗണപതി ഭഗവാൻ. ഇപ്പോൾ ഗണപതി ഭഗവാനെ കണ്ടോ. ഗണപതി ഭഗവാനെ തൊഴുതിട്ട് വേണം നമ്മൾ മൂകാംബിക അമ്മയെ തൊഴാൻ. അപ്പോൾ നമ്മൾ ആദ്യം കൊടിമരം വന്നാൽ കൊടിമരം തൊഴുക, എന്നിട്ട് വയ്ക്കുക. അതുണ്ടോ വലിയ കൊടിമരം, ഗണപതി ഭഗവാൻ. മൂകാംബിക ദേവി പ്രദക്ഷിണം വെക്കുന്നത് എല്ലാ ദിവസവും പ്രദക്ഷിണം ഉണ്ട് കേട്ടോ. പ്രദക്ഷിണം വെക്കുന്ന ഓരോ തേരിലായിട്ടാണ്. ഇത് കണ്ടോ ഒരു കുഞ്ഞു തേര്. ഇതിലാണ് ആദ്യം ഭഗവതി കിടത്തിയിട്ട്, പിന്നെ സ്വർണ്ണത്തേര്, പിന്നെ വലിയ തേര് എന്ന് ഇല്ല തോന്നുന്നുണ്ട്. ഈ 2 തേരിലായിട്ട് ദേവി ഈ അമ്പലത്തിന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കും കേട്ടോ. ഇന്ന് സുരേഷ് ഗോപി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ജസ്റ്റ് ഒന്ന് സംസാരിക്കാൻ പറ്റി. അവരൊരു ഹോമമായിട്ട് വന്നിരിക്കണം. അപ്പോൾ അമ്പലത്തിൽ വരുമ്പോൾ നമ്മൾ ശല്യപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ. എങ്കിലും വന്ന് പുള്ളി എല്ലാവരെയും കണ്ട് സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഫാമിലി ആയിട്ടാണ് വന്നിരുന്നത്. ഇത് മുരുകക്ഷേത്രമാണ്. ഇവിടെയാണ് കുഞ്ഞുങ്ങളെ എഴുത്തിനിരുത്തുന്നതും അതുപോലെ ഡാൻസ് അരങ്ങേറ്റം അങ്ങനെയൊക്കെ നടത്തുന്നു. കുഞ്ഞുങ്ങളെ മൂകാംബിക ക്ഷേത്രത്തിലാണ്. സരസ്വതി ദേവിയാണല്ലോ മെയിനായിട്ട്. അപ്പോൾ ഇവിടെ എഴുത്തിനിരുത്തുന്നൊക്കെ ഉള്ള മണ്ഡപമാണ് കേട്ടോ. സരസ്വതി മണ്ഡപമാണ് ഇത്. ഞങ്ങളുടെ ഒരു ലയൻസിലെ ആശാമേനോ അല്ലേ? മോളുടെ പേരെന്താ? നന്ദിക. എഴുത്തിനിരിക്കാൻ വന്നാണോ? നിന്റെ മമ്മി മൂകാംബിക ക്ഷേത്രത്തിലെ ചണ്ഡികാ ഹോമം ഇവിടെയാണ് നടത്തുന്നത്. ഇതിൻ്റെ പൂജ ഇതുണ്ടോ, ചണ്ഡികാ ഹോമം. ചേച്ചി ഒരിക്കൽ വന്നുകൊണ്ട് ചേച്ചിക്ക് എല്ലാം അറിയാം അല്ലേ? അതുകൊണ്ട് മുമ്പ് വന്നതായതുകൊണ്ട് എല്ലാം അറിയാം. ഇനി നമുക്കതിനെ ചുറ്റി കാണാം. ഉപദേവതകളാണ് ശിവൻ. ഇതവിടെ ഉണ്ട്. പേരുണ്ട് ചേച്ചി. എന്താണ് പേര്? ക്ലിയർ ആവുന്നില്ല. താണലിംഗേശ്വരൻ ശിവൻ, ശിവഭഗവാനാണ്. നമുക്ക് അവിടെ കയറി നിന്ന് തൊഴാം. ചെറിയ പ്രതിഷ്ഠയാണ് കേട്ടോ. താഴെയാണ് പ്രതിഷ്ഠ. കണ്ടോ, ഇവിടെ വീഡിയോ എടുക്കാൻ അയക്കുന്നതുകൊണ്ട് ഭാഗ്യം. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ പാർത്തേശ്വരൻ ശിവഭഗവാന്റെ ചന്ദ്രമൗലീശ്വര ടെമ്പിളാണ്.
ഇത് ശിവന് ശിവഭഗവാന്റെ തന്നെയാണ് കേട്ടോ. എല്ലാം ശിവപ്രതിഷ്ഠയാണ്. വ്യത്യസ്ത നാമങ്ങൾ. ഇവിടെ നന്ദീശ്വര ലിപികൾ കറക്റ്റാകാത്തതുകൊണ്ടേ ഉണ്ട് കേട്ടോ. ഭയങ്കരമായിട്ട് വിളക്ക് സമർപ്പണം. എന്താ എല്ലാവരും ദേവിക്ക് വിളക്ക് സമർപ്പിക്കുന്നുണ്ട്. നേർച്ചയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വിളക്ക് സമർപ്പിക്കാം. ഉണ്ടോ ഇത്ര വിളക്കുകൾ സമർപ്പിക്കണം. എല്ലാവരും വിളക്ക് സമർപ്പിച്ചിട്ട് അവരപ്പം തന്നെ ക്ലീൻ ചെയ്ത് റെഡിയാക്കുകയാണ്. ക്ഷേത്രത്തിൻ്റെ ഗോൾഡ് ചാരിയറ്റാണ് കേട്ടോ. ഗോൾഡ് ചാരിയറ്റ്, സ്വർണ്ണത്തേര് ഉണ്ടോ. ഇതാണ് ഗോൾഡ് ചാരിയറ്റ് കേട്ടോ. ഈ സമയത്തും എല്ലാ ദിവസവും ഇവിടെ തിരക്ക് തന്നെയാണ്. പൂജകളൊക്കെ ചെയ്യുന്നുണ്ട്. ഭയങ്കര തിരക്ക്. ഇപ്പോൾ ദേവി ഇങ്ങനെ രഥത്തിൽ വരും. മൂകാംബിക ദേവി എല്ലാവരും അത് കാണാൻ വേണ്ടി നിൽക്കണം. നമുക്ക് രഥത്തിൻ്റെ അടുത്ത് പോവാം. ഈ രഥം ഇതൊക്കെ ഇങ്ങനെയുണ്ടോ. കൊടിമരം. അവിടെ കൊടിമരത്തിലാണ് ഗണപതി ഭഗവാൻ. ഗംഭീര മൂകാംബിക ദേവിയുടെ ക്ഷേത്രം. ദേവിനെ കൊണ്ടുവരാൻ പോകുമല്ലേ. ദേവിയെ കൊണ്ടുവരാൻ വേണ്ടി ദേവി കൊണ്ടുപോകണം. ദേവി ഈ തേരിലാണ് എഴുന്നള്ള അല്ലേ. സ്വർണ്ണത്തേര് പോകുന്നു. ഈ സ്വർണ്ണത്തേരിലാണ് ദേവി എഴുന്നള്ള. ശിവേട്ടനും കുഞ്ഞു കൃഷ്ണനെ പ്രാർത്ഥിക്കാൻ പോകുന്നു. എൻ്റെ കുഞ്ഞു കൃഷ്ണനാണ്. കുഞ്ഞു കൃഷ്ണൻ. സുരേഷ് ഗോപിയും ഫാമിലിയും ഇവിടെ ഈ ചാമുണ്ഡി യാഗശാലയിലാണ് കേട്ടോ. അവിടെ ചാമുണ്ഡി ദേവി ഹോമം ചെയ്യാണ്. കണ്ടോ സുരേഷ് ഗോപി ഇരിക്കണേ. ദേവി ഇതിന് 3 പ്രദക്ഷിണം 3 വ്യത്യസ്തമായ തേരുകളിൽ കൂടെയാണ് കേട്ടോ. ഈ അതിഗംഭീരമായ ഒരു കാഴ്ചയാണ് ഭഗവതിയുടെ ഈ രഥയാത്ര എന്ന് പറയുന്നത്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണേണ്ട ഒരു ഭക്തി നിർഭരമായ ഒരു കാഴ്ചയാണ് കേട്ടോ. കണ്ണ് നിറഞ്ഞു പോയി സത്യത്തിൽ ഇത് കണ്ടിട്ട്. സ്വർണ്ണരഥത്തിൻ്റെ തേരിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ അനുവദിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഒരു മഹാഭാഗ്യം. ഞാൻ ഈ ശിവേട്ടനിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. പ്രദക്ഷിണം വെച്ചുകൊണ്ട് ദേവി വരികയാണ്. 3 വട്ടം പ്രദക്ഷിണം വയ്ക്കും. ദേവിയുടെ പ്രദക്ഷിണമാണ്. അമ്മേ
ഭാഗ്യേ ഗൗരി നാരായണി നമോസ്തുതേ. ചെറിയ പല്ലക്കലിക്ക് മാറ്റുകയാണ്. സൈഡ് 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 സമയം സൈഡ് ഭഗവതി ദേവി അമ്മേ സർവേശ്വരി മഹാമായി ഭഗവതി ദേവി മണ്ഡപം. കഷായം കിട്ടിയിട്ടുണ്ട്. ആ കഷായം ചേച്ചി കഷായം കുടിച്ചാ ശിവാട്ടൻ കഷായം. മൂകാംബിക ദേവിയുടെ അവിടെ നിന്ന് കഷായം കുടിച്ചാൽ എല്ലാ അസുഖവും മാറുന്ന പറയുക. അപ്പോൾ ഞങ്ങൾ പാത്രം വാങ്ങി കഷായം കുടിക്കുകയാണ്. ഞാനും കുടിക്കണം. രോഗങ്ങളും മാറുന്ന കഷായമാണ്. മൂകാംബിക ക്ഷേത്രത്തിൽ വന്നാൽ മിസ്സാവാൻ പാടില്ലാത്തൊരു സാധനമാണ് കഷായം. നാളെ വന്ന് കാണാല്ലേ. അങ്ങനെ ഞങ്ങൾക്ക് നന്നായി മൂകാംബിക ദേവിയെ തൊഴാൻ പറ്റി. മൂകാംബിക ദേവിയുടെ 3 രൂപമാണ് കേട്ടോ ഓരോ ദിവസം. രാത്രി ദുർഗാദേവി എന്ന രീതിയിൽ ശിവഭഗവാനോടൊപ്പം, രാവിലെ സരസ്വതി ദേവി, ഉച്ചയ്ക്ക് ലക്ഷ്മി ദേവി എന്ന രൂപത്തിലാണ് കേട്ടോ. ഞങ്ങളിതാ ചേച്ചി ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് അപ്പോൾ ഇത് സെക്കൻഡ് ഡേ ആണ്. ചേച്ചി ഞങ്ങൾ സെക്കൻഡ് ഡേ വീണ്ടും മൂകാംബിക ടെമ്പിളിലേക്ക് വേണം. എല്ലാവരും ഒരു ഗുഡ് മോർണിംഗ് മുറി. ഓക്കെ. അപ്പോൾ ഇനി സെക്കൻഡ് ഡേ ഇന്ന് ഞങ്ങൾ മൂകാംബികയുടെ പൂജയൊക്കെ കഴിഞ്ഞിട്ട് നേരെ മുരുടേശ്വർ പോകും. അപ്പോൾ അതിൻ്റെയും കൂടെ കാണിക്കാം കേട്ടോ. മൂകാംബിക ക്ഷേത്രത്തിൽ വന്നാൽ 3 ദർശനവും ഉൾക്കൊണ്ട് പോകുന്നതാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് രാവിലെ ഇറങ്ങി കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യണം. വളരെ ഗംഭീരമായിരുന്നു കേട്ടോ. അപ്പോൾ രാത്രിത്തെ പൂജ, രാവിലത്തെ, അതുപോലെ ഉച്ചക്കൽ, അങ്ങനെ 3 പൂജയാണ്. ഇപ്പോൾ ജ്യോതിസ് ഹോട്ടലിൽ ഇവിടെ തന്നെ റെസ്റ്റോറൻറ്റ്, ജ്യോതിസിൻ്റെ റെസ്റ്റോറൻ്റ് ഉണ്ട് കേട്ടോ. അതാണ് ഈ ഹോട്ടൽ. ഇവിടെ റെസ്റ്റോറൻറ്റ് അടുത്ത് തന്നെയാണ്. ഭയങ്കര ഫെസിലിറ്റിയാണ് കേട്ടോ. ഹോട്ടലിൽ നിന്ന് ജസ്റ്റ് നമുക്ക് 2 മിനിറ്റ്സേ ഉള്ളൂ അമ്പലത്തേക്ക്. ഹോട്ടലിനോട് അറ്റാച്ച്ഡ് റെസ്റ്റോറൻറ്റ്. നമുക്ക് ഇതുണ്ട്, അടിപൊളി സംഭവമാണ്. എല്ലാം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇവിടെ നിന്ന് 2 മിനിറ്റ്സ് ബാക്കിലേക്ക് നടക്കണം ദൂരമേ ഉള്ളൂ അമ്പലം, ടെമ്പിള്. ഇവിടെ ജ്യോതിസിൽ ഇന്ന് രാവിലെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ പൂരി, ചേച്ചി ഇഡ്ഡലി, സുരേട്ടനും ശിവേട്ടനും ഞാനൊക്കെ പൂരി കഴിച്ചു. അടിപൊളിയായിട്ട് ടേസ്റ്റ് ഉണ്ട് അല്ലേ, നല്ല സോഫ്റ്റായിട്ടുണ്ട്. സുരേട്ടാ പൂരി എങ്ങനെയുണ്ട്? നല്ല സോഫ്റ്റ് അല്ലേ? ശിവേട്ടാ ഇഷ്ടപ്പെട്ടോ? പകുതി കറുപ്പും പകുതി ചുവപ്പും മതി. പിന്നെ ഒരു 5 എണ്ണം നമുക്ക് വേണം. നമുക്ക് കേട്ടോ ഒരു 5 അപ്പോൾ 5 സെപ്പറേറ്റ് ടോട്ടൽ. ഇവിടെ നമ്മൾക്ക് പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ. ദേവിയുടെ അവിടെ പൂജിക്കാനുള്ള ചരട് അങ്ങനെയൊക്കെ നമുക്ക് കടകളിൽ നിന്ന് വാങ്ങിച്ചിട്ട് അവിടെ പോയി ദേവിയുടെ അമ്പലത്തിൽ പൂജിക്കാൻ പറ്റും. ഈ ജമന്തിയൊക്കെ ഒന്ന് നോക്കൂ, എന്തു ഫ്രഷാണ്, എന്തു വലിപ്പമുള്ള ജമന്തി പൂക്കൾ, വെള്ളയും മഞ്ഞയും, ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇപ്പോൾ ഞങ്ങളിതാ മൂകാംബിക ടെമ്പിളിൻ്റെ ഫ്രണ്ടിലാണ്. ഗുഡ് മോർണിംഗ്. ഇന്നലത്തെ വീഡിയോ ക്ലിയർ ആയില്ല. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? സുരേഷ് ഗോപിയുടെ കൂടെ ഫോട്ടോ എടുത്തു, ഗോകുലിൻ്റെ കൂടെ നല്ലൊരു അനുഭവമായിരുന്നു. അതെ, ശിവദാസൻ എന്നായിരിക്കും പേര്. ഏട്ടാണ്. അതെ, താങ്ക് യു ഫോർ ദ കോംപ്ലിമെന്റ്. മോള് ബൈ ബൈ. അങ്ങനെ കടകളാണ് കേട്ടോ.
ദൈവത്തിൻ്റെ കട. ഇതാണ് നമ്മുടെ ശ്രീ ബാലമുറി ഗണപതി ടെമ്പിൾ. അപ്പോൾ നമ്മൾ മൂകാംബിക്ക് വരുമ്പോൾ ആദ്യം ഈ ഗണപതി ടെമ്പിളിൽ കയറി ഏറ്റ് വേണം വരാൻ. എന്താണ് ഇവിടെയൊക്കെ പാത്രങ്ങൾ, വിഗ്രഹങ്ങൾ, വിളക്ക് എല്ലാം ഉണ്ട്. ഇതാണ് ഗണപതി ടെമ്പിൾ. ഇവിടെ തൊഴുതിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ തൊഴാൻ. ബാലമുറി ഇവിടെയൊക്കെ ഭഗവാന്റെയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഓ, പൂക്കൾ നോക്ക്, എന്ത് അടിപൊളിയാണ് നോക്ക് പൂവ്. അയ്യോ, ഈ ജമന്തി, വെള്ള ജമന്തി നോക്കിയേ, ബ്യൂട്ടിഫുൾ. ദേവിക്കുള്ള പൂത്തിട്ടൊക്കെ മേടിച്ചു കേട്ടോ ഞങ്ങൾ. ദേവിക്കുള്ളത് പൂവ്, ജമന്തി പൂവ്, റോസ്, ചെമ്പകം, നല്ല മണച്ചമ്പകം വെച്ചാൽ ചെറിയ ഗണേശനുണ്ട് മുകളിൽ കണ്ടോ, കുഞ്ഞു ഗണേശൻ. എവിടെ എവിടെ അത് വീട്ടിലിരുന്ന് ചെയ്യുന്ന ഒരു പൂജയാണ്. ഈ പൂജയാണ് മൂകാംബിക ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൂജ. കാലത്ത് തന്നെ ഹോമം ചെയ്തിരുന്നു. ഭയങ്കര എന്താ പറയുക, ഭയങ്കര പുകയും അതുപോലെ എല്ലാ ദ്രവ്യങ്ങളുടെ മണവും ഭയങ്കര ഒരു അനുഭൂതിയായിരുന്നു കേട്ടോ. ഇതാണ് സരസ്വതി മണ്ഡപം കേട്ടോ. അപ്പോൾ ഈ മണ്ഡപത്തിലിരുന്ന് ലളിത സഹസ്രനാമം പല ദേവീ ഭജനങ്ങളൊക്കെ പാടാൻ പറ്റും. ചേച്ചി ഇവിടെ ഇരുന്ന് ലളിത സഹസ്രനാമം വായിക്കുകയാണ്. ഭഗവതിയുടെ നാമങ്ങളും ജപങ്ങളൊക്കെ അവിടെ ഇരുന്ന് നമുക്ക് ഇപ്പോൾ നമ്മൾ കണ്ട പ്രതിഷ്ഠ സരസ്വതി ദേവിയുടെയാണ്. കാലത്ത് സരസ്വതി ദേവിയുടെ രൂപത്തിലാണ് ദേവി അലങ്കരിച്ചിരുന്നത്. അപ്പം ദേവീ സ്തുതികളും ദേവിയുടെ ഭക്ത ഗാനങ്ങളൊക്കെ നമുക്ക് ആ സമയത്ത് പാടാവുന്നതാണ്. കാലത്ത് എല്ലാവരുടെയും ഹോമങ്ങളാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഗണപതി ഹോമമായിരിക്കും കാലത്ത് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ അമ്പലത്തിൽ രാവിലത്തെ പൂജയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. അപ്പോൾ ഇനി ഉച്ചക്കലത്തെ പൂജയുടെ അതിന് മുമ്പ് കുറച്ച് ഷോപ്പിംഗ് ചെയ്യാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ കടയിലേക്ക് വന്നതാണ് കേട്ടോ. 450. ഇതൊക്കെ ലക്ഷ്മി ദേവിയുടെ അല്ലേ? അതെ, ലക്ഷ്മി ദേവിയുടെ നല്ലൊരു കമ്മൽ, മാല, നല്ല നല്ല സാധനങ്ങളുണ്ട്. ഇതുണ്ട് ലോട്ടസിൻ്റെ കുറേ ഇങ്ങനത്തെ 130 രൂപ. ആൻറ്റിക്കിൻ്റെയൊക്കെ ഉണ്ട്. കുറേ സാധനങ്ങളുണ്ട്. ഞങ്ങൾ കുറേ പിന്നെ ഇങ്ങനത്തെ മാലകൾ, കമ്മലുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ആൾക്കാർ നല്ല തിരക്കുണ്ട് കേട്ടോ. ഇപ്പം കാലത്ത് ഞങ്ങൾ പൂജയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി. ഞങ്ങൾ കൊടിമരത്തിൻ്റെ താഴെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. രാവിലത്തെ ദേവിയുടെ സരസ്വതി രൂപം ഞങ്ങൾക്ക് ദർശനം കിട്ടി. ഇനി ഉച്ചയ്ക്കാണ്. അപ്പോൾ ഉച്ചയ്ക്ക് മുമ്പായിട്ട് ഹോട്ടലിൽ പോയി ചെക്കൗട്ട് ചെയ്തിട്ട് വേണം വരാൻ. അപ്പം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത 3rd പാർട്ട് വീഡിയോയിൽ ബാക്കിയുള്ള വിശേഷങ്ങളും മുരുടേശ്വർ വിശേഷങ്ങളും പറയുന്നതാണ്. ഓക്കെ, ബൈ, താങ്ക് യു.